ഗോൾഡൻ ഡയമണ്ട്സ് എരമല്ലൂർ വടതല. മത്സ്യഫെഡ് അന്തിപ്പച്ച സഞ്ചരിക്കുന്ന മത്സ്യവിപണന കേന്ദ്രം KJ Maxi MLA ഉദ്ഘാടനം ചെയ്തു. മത്സ്യഫെഡ് എറണാകുളം മത്സ്യസംഭരണ കേന്ദ്രത്തിന്റെ കീഴിൽ കൊച്ചി നിയോജക മണ്ഡലത്തിൽ MLAയുടെ പ്രത്യേക വികസന ഫണ്ട് 18 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച അന്തിപ്പച്ച സഞ്ചരിക്കുന്ന മത്സ്യ വിപണന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം KJ Maxi MLA നിർവഹിച്ചു. കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. നമ്മുടെ സംസ്ഥാനത്ത് മത്സ്യത്തൊഴിലാളി മേഖലയിൽ മത്സ്യത്തൊഴിലാളികളെയൊക്കെ കൂടുതൽ സംരക്ഷിക്കുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് രൂപീകരിച്ചാണ് മത്സ്യഫെഡ്. മത്സ്യഫെഡ് വഴി സംസ്ഥാനത്ത് മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങൾക്കും അതുപോലുള്ള സ്ഥാപനങ്ങൾക്കും നിരവധിയായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു വരുന്ന ഒന്നാണ് മത്സ്യഫെഡ്. മത്സ്യഫെഡിൻ്റെ പ്രവർത്തനം സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളി മേഖലയിലുള്ള മുഴുവൻ ആൾക്കാരെയും സംരക്ഷിച്ചു പോയതോടൊപ്പം തന്നെ നാട്ടിലെ ജനങ്ങൾക്ക് മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതും കൂടി ഇതിൻ്റെ ഭാഗമായി വരികയാണ്. കൗൺസിലർ ജോസഫ് ഫെർണാണ്ടസ് അധ്യക്ഷത വഹിച്ചു. മത്സ്യഫെഡ് ഭരണസമിതി അംഗം PB ഫ്രാൻസിസ് സ്വാഗതം പറഞ്ഞു. മത്സ്യഫെഡ് ജില്ലാ മാനേജർ ഫാത്തിമ S ഹമീദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. കൗൺസിലർമാരായ PJ ദാസൻ, നിഷ ജോസഫ്, മുൻ കൗൺസിലർ KJ ആന്റണി, മത്സ്യഫെഡ് പ്രൊജക്ട് ഓഫീസർ A അക്ഷയ് തുടങ്ങിയവർ സംസാരിച്ചു. എറണാകുളം ജില്ലയിലെ ഹാർബറുകളിൽ നിന്ന് നേരിട്ട് സംഭരിക്കുന്ന വിവിധങ്ങളായ മത്സ്യ ഇനങ്ങളും മത്സ്യഫെഡ് നിർമ്മിക്കുന്ന മറ്റ് മത്സ്യമൂല്യ വർദ്ധിത ഉൽപ്പന്നങ്ങളുമാണ് അന്തിപ്പച്ചയിലൂടെ വിപണനം ചെയ്യുന്നത്. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥ രാഷ്ട്രീയ പ്രമുഖരും പങ്കെടുത്ത ചടങ്ങിൽ മത്സ്യത്തിന്റെ ആദ്യ കച്ചവടവും വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫും KJ Maxi MLA നിർവഹിച്ചു. അതിനുവേണ്ടി 404 കോടി രൂപ സംസ്ഥാന സർക്കാരിനെ കൊണ്ട് ചെലവഴിപ്പിച്ച് തീരദേശ ജനതയെ ചേർത്ത് നിർത്തുന്ന ഒരു ജനകീയ MLA ആണ് നമ്മുടെ പ്രിയപ്പെട്ട മാക്സി ചേട്ടൻ. സഖാവ് മാക്സി ചേട്ടന് വെറുതെയല്ല ജനകീയ MLA എന്ന് പേര് കിട്ടിയത്. എല്ലാ മേഖലയിലും സാധാരണ ജനങ്ങളുടെ ആവശ്യങ്ങൾ തൊട്ടറിഞ്ഞുകൊണ്ട് കൊച്ചിയിലെ ജനങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട്. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.